നമസ്കാരം. തനിനിറം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് തകർന്നു. ഒരു യാത്രക്കാരന് ദാരുണാന്ത്യം, നിരവധി പേർക്ക് പരിക്ക്. തൃശൂർ പത്താങ്കല്ലിൽ വീടിനുള്ളിൽ അഗ്നിബാധ, ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കത്തിയമർന്നു. പാലക്കാട് ആലത്തൂരിൽ സ്വർണവും പണവും ലക്ഷ്യമിട്ട് സ്വർണ്ണപ്പണിക്കാരന്റെ കാർ തട്ടിയെടുത്ത് അക്രമി സംഘം, 2 പേർ അറസ്റ്റിൽ. ഒരു കുടം തോട്ടിലെ വെള്ളം ശേഖരിക്കാൻ ചിലവ് 10 രൂപ. ദുരിതകയത്തിലായി അട്ടപ്പാടി മുള്ളി നിവാസികൾ. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലക്കീഴായി മറിഞ്ഞു തകർന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഒരു യാത്രക്കാരന് ദാരുണാന്ത്യം. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിലാണ് അപകടം നടന്നത്. സ്വകാര്യ ബസ് ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ് തകർന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഒരു യാത്രക്കാരന് ദാരുണാന്ത്യം. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിലാണ് അപകടം നടന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരങ്ങൾ. രാവിലെ 11 മണിയോടെയാണ് അപകടം നടന്നത്. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഡിഫൻഡറാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഡിവൈഡറിൽ ഇടിച്ചതിന് ശേഷമാണ് ബസ് മറിഞ്ഞത്. ബസിന്റെ പിൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് അകത്തുള്ള ആളുകളെ പുറത്തെത്തിച്ചത്. അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണാണ് ഒരാൾ മരണപ്പെട്ടതെന്നാണ് വിവരങ്ങൾ. പരിക്കേറ്റവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്കും ഹിൽഫോർട്ട് ആശുപത്രിയിലേക്കും മാറ്റി. പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി പത്താങ്കല്ലിൽ വീടിനുള്ളിൽ വൻ അഗ്നിബാധ. കട്ടിൽ, ബെഡ്, ഫാൻ, അലമാര തുടങ്ങിയ ഗൃഹോപകരണങ്ങളും വയറിംഗ് സംവിധാനങ്ങളും വസ്ത്രങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. വൻ നാശനഷ്ടം സംഭവിച്ചു. തൃശൂർ വടക്കാഞ്ചേരി പത്താങ്കല്ലിൽ വീടിനുള്ളിൽ വൻ അഗ്നിബാധ. കട്ടിൽ, ബെഡ്, ഫാൻ, അലമാര തുടങ്ങിയ വീട്ടിലെ ഗൃഹോപകരണങ്ങളും വയറിംഗ് സംവിധാനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കത്തിനശിച്ചു. വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. പത്താങ്കല്ല് അമ്മാട്ടിക്കുളം ചിരിയങ്കണ്ടത്ത് ഫ്രാൻസിസിന്റെ വീട്ടിലാണ് വൻ അഗ്നിബാധയുണ്ടായത്. വീടിനുള്ളിൽ വസ്ത്രങ്ങൾക്ക് തീപിടിക്കുന്നത് കണ്ടാണ് വീട്ടുകാർ വിവരമറിയുന്നത്. ഉടൻ തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാനായില്ല. തുടർന്നാണ് വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. വീടിനുള്ളിലെ സാധന സാമഗ്രികളെല്ലാം പൂർണ്ണമായി കത്തിനശിച്ച നിലയിലാണ്. അതേസമയം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ല. പാലക്കാട് ആലത്തൂരിൽ സ്വർണവും പണവും ഉണ്ടെന്ന് കരുതി സ്വർണ്ണപ്പണിക്കാരന്റെ കാർ തട്ടിയെടുത്ത് അക്രമി സംഘം. വാഹനം പിന്നീട് തൃശൂർ കൊണ്ടാഴിയിൽ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ആലത്തൂരിൽ സ്വർണവും പണവുമുണ്ടെന്ന് കരുതി സ്വർണ്ണപ്പണിക്കാരന്റെ കാർ തട്ടിയെടുത്ത് അക്രമി സംഘം. വാഹനം പിന്നീട് തൃശൂർ കൊണ്ടാഴിയിൽ വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ജ്വല്ലറികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന തൃശൂർ അഞ്ചേരി സ്വദേശി സുബീഷ് കുമാറിന്റെ കാറാണ് ആലത്തൂർ ഇരട്ടക്കുളം ഹൈവേയിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തട്ടിക്കൊണ്ടുപോയത്. കാറിൽ സ്വർണവും പണവും ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് മറ്റൊരു കാറിലെത്തിയ അക്രമി സംഘം കാർ തട്ടിയെടുത്തതെന്നാണ് വിവരങ്ങൾ. സ്വർണ്ണപ്പണിക്കാരനായ സുബീഷ് കുമാർ കോയമ്പത്തൂരിൽ നിന്നും തൃശൂരിലേക്ക് കാറിൽ മടങ്ങുകയായിരുന്നു. പാലക്കാട് എത്തുമ്പോൾ തന്നെ 2 കാറുകൾ പിന്തുടർന്നതായും കുഴൽമന്ദം ഭാഗത്ത് വെച്ച് കാർ തടഞ്ഞിടാൻ ശ്രമിച്ചതായും സുബീഷ് പറയുന്നു. തുടർന്ന് സുബീഷ് കുമാർ കാർ വെട്ടിച്ച് വേഗത്തിൽ ഇരട്ടക്കുളം സിഗ്നലിലെത്തിയപ്പോൾ തൊട്ടു പിന്നാലെ കാറിലെത്തിയവർ സുബീഷ് കുമാറിനെ ആക്രമിക്കാൻ ഒരുങ്ങി. തുടർന്ന് സുബീഷ് കുമാർ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതികൾ കാറുമായി തൃശൂർ ജില്ലയിലേക്ക് കടക്കുകയും കാറിൽ സ്വർണമില്ലെന്ന് തിരിച്ചറിഞ്ഞ കാർ കൊണ്ടാഴി മായന്നൂർ മൃഗാശുപത്രിക്ക് സമീപം ഉപേക്ഷിച്ച് കടന്നുകളയുകയുമായിരുന്നു. സുബീഷിന്റെ പരാതി പ്രകാരം പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ഏലൂരിൽ വെച്ച് അനന്തു, ഷംനാസ് എന്നീ പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒരു കുടം തോട്ടിലെ വെള്ളം ശേഖരിച്ച് വീട്ടിലെത്തിക്കാൻ ചിലവ് 10 രൂപ. കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പമ്പ് കേടായതിനെ തുടർന്ന് ദുരിതത്തിലായി പാലക്കാട് അട്ടപ്പാടി മുള്ളിലെ നാട്ടുകാർ. ഒരു കുടം തോട്ടിലെ വെള്ളം ശേഖരിച്ച് വീട്ടിലെത്തിക്കാൻ ചിലവ് വരുന്നത് 10 രൂപ. കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പമ്പ് കേടായതിനെ തുടർന്ന് വലിയ ദുരിതത്തിലാണ് പാലക്കാട് അട്ടപ്പാടി മുള്ളിലെ നാട്ടുകാർ. മോട്ടോർ പമ്പ് കേടായതിനെ തുടർന്ന് 20 ദിവസത്തോളമായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലാണ് പുതൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഈ 150ഓളം കുടുംബങ്ങൾ. മോട്ടോർ പമ്പ് ശരിയാക്കാൻ നടപടിയില്ലാത്തതിനെ തുടർന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്തെ തോട്ടിൽ നിന്നും കുടങ്ങളിൽ വെള്ളം ശേഖരിക്കുകയാണ് പ്രദേശവാസികൾ. ഓട്ടോറിക്ഷയിൽ 10 കുടം വെള്ളമെത്തിക്കണമെങ്കിൽ കുടമൊന്നിന് 10 രൂപ നിരക്കിൽ 100 രൂപയോളം നൽകണം. വെള്ളമെത്തിക്കാൻ ബദൽ സംവിധാനം ഇല്ലാത്തതും ഇവർക്ക് തിരിച്ചടിയാണ്. രൂപ നൽകാനില്ലാത്തവർക്ക് തലച്ചുമടായി കാൽനടയായി തന്നെ വെള്ളം വീട്ടിലെത്തിക്കേണ്ട ദുരവസ്ഥയാണ്. അരയ്ക്ക് താഴെ മാത്രം വെള്ളമുള്ള തോട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ചും ഇവർക്ക് ആശങ്കയുണ്ട്. തങ്ങളുടെ ദുരിതമകറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഊര് നിവാസികളുടെ ആകെ ആവശ്യം.
ആദ്യമായി പാറ്റ വീണുവെന്ന് മന്ത്രി കെ മുരളീധരൻ. CGP സമരത്തിന് ഇന്ത്യ സഖ്യം നൽകിയ പിന്തുണ നിർണായകമായിരുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ കെ മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായി പാറ്റ വീണുവെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. CJP സമരത്തിന് ഇന്ത്യ സഖ്യം നൽകിയ പിന്തുണ നിർണായകമായിരുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ കെ മുരളീധരൻ പറഞ്ഞു. തെരുവിൽ ഉയർന്ന ജനകീയ സമരത്തിന്റെ പ്രതിഫലനം പാർലമെന്റിൽ സൃഷ്ടിക്കാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ ഇടപെടൽ മൂലമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ കഞ്ഞിയിൽ ആദ്യമായി പാറ്റ വീണ സാഹചര്യമാണിതെന്നും അദ്ദേഹം പരിഹസിച്ചു. 2014 അധികാരത്തിൽ വന്ന ശേഷം തങ്ങളുടെ ഭരണത്തിൽ രാജിവെക്കുന്ന പതിവില്ലെന്ന് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ നരേന്ദ്രമോദി സർക്കാരിന് ആദ്യ തിരിച്ചടി നേരിട്ടിരിക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ BJP CPM നിലപാടുള്ളവരിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ മുടങ്ങാതെ കാണുവാനായി YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.